ഇതാണ് മക്കളെ നമ്മുടെ കോഴികൾ. ഒരു 13ഓളം കോഴികളുണ്ട്. അപ്പോൾ അവരുടെ കൂടുകളാണ് ഈ കാണുന്നത്. പകല് സമയങ്ങളിൽ ഇവരെ ഒരു 10 മണിക്ക് ശേഷമാണ് ഞാൻ വിടാറുള്ളത്. 10 മണിക്ക് ശേഷം വിടാന്ന് പറഞ്ഞ് നല്ല രാവിലെ വിട്ട് കഴിഞ്ഞാൽ നായ്ക്കളെ ശല്യമുള്ളത് കൊണ്ട് അവരൊക്കെ എന്ത് ചെയ്യും, പിടിച്ചുകൊണ്ട് പോകും. ഈയിടെയായിട്ട് കഴിഞ്ഞ മാസം ഒരു കോഴിനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് നമ്മൾ ഈ കൂട്ടിൽ 2 കോഴികളും 3 കോഴികളും ഇതിൽ 9 കോഴികളാണുള്ളത്. ഇതിലുള്ള 4 കോഴി, ഈ കൂട്ടിൽ 4 കോഴി ഉണ്ടായിരുന്നു. 4 കോഴിയിൽ 3 കോഴി മുട്ടടും, ഒരു കോഴി. ഇതിൽ 9 ഇതേപോലത്തെ കുട്ടികളുള്ളത്. ഇവരെന്ത് ചെയ്യും, നമ്മൾ രാവിലെ വിട്ട് 2 ഈ കൂട്ടിലാക്കും, 2 ഈ കൂട്ടിലാക്കും. 4 കോഴികളായി. ബാക്കി ഇതിലുള്ള 9 കോഴികളെയും മേലേക്കാക്കല. ഇൻഷാ അല്ലാഹ് അതിനെ വിടുന്ന ഒരു വീഡിയോ ഞാനൊരു ദിവസം ചെയ്യുന്നുണ്ട്. എന്നിട്ട് 4 മണി ഒക്കെ അതിന് ശേഷം നമ്മൾ ഇവരെ എന്ത് ചെയ്യുള്ളൂ, പുറത്ത് വിടാറുള്ളൂ. 4 മണിക്ക് ശേഷം നമ്മൾ പുറത്ത് വിടുമ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും, നായ്ക്കളും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയങ്ങൾ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് പോയി ഉഷാറായിട്ടൊക്കെ ഒന്ന് നടക്കാനും എന്തെങ്കിലും കഴിക്കുകയാണെങ്കിലൊക്കെ ഇപ്പോൾ ഒരുപാട് പച്ചപ്പ് പുല്ലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊത്തി തിന്നാനൊക്കെ എന്ത് ചെയ്യും, അവർക്ക് കഴിയും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടാ കേട്ടോ, വെയിലത്ത് ഉണങ്ങിപ്പോയ ആ മരം. പിന്നീടത് മുളച്ചിട്ട് ഇലകളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കൊറോണ സമയത്ത് നമ്മൾ കുഴിച്ചിട്ട ചേനയുടെ തൈയാണിത്. ഇപ്പോൾ ഉഷാറായി വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, അതൊക്കെ ഭംഗിയായിട്ടൊക്കെ പറിച്ചുണ്ടാക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു, വംശനാശം സംഭവിക്കുന്ന നമ്മുടെ ചീമക്കൊന്ന മരങ്ങളൊക്കെ അതിൻ്റെ ഇലകളൊക്കെ വളത്തിന് വേണ്ടി തെങ്ങിൻ്റെ കടക്കിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അധികവും ദൂരത്തിൽ നിന്ന്, ഞങ്ങളുടെ കുന്നിൻ്റെ താഴെ നിന്ന് വന്ന ആളാണ് കൊണ്ടുപോയിട്ടുള്ളത്. കാരണം ഇതുപോലത്തെ മരങ്ങളാണ്, ചീമക്കൊന്നിൻ്റെ മരങ്ങളൊക്കെ നല്ല വളമാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ വിശേഷങ്ങളാണ് അറിയിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജ് ബോക്സിൽ മീനുകളെ ആക്കണം, ഗപ്പികളെ വളർത്തണം. നമ്മുടെ ഈ കാണുന്ന ഗ്രൗണ്ട് കുറച്ച് മുന്നേ കാണിച്ചു തന്നിരുന്നു. ആ ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പോർട്സ് വരാറുണ്ട്. ആ സമയത്ത് ഗപ്പികളെ വിൽക്കണം. അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് ഗപ്പികളെ വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇനിയിപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സ് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അത് ഈ സ്ഥലങ്ങളിലേക്ക് മാറ്റണം. ഇവിടെയൊക്കെ പൊന്തയും കാണി കെട്ടി എടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് വെക്കുമ്പോൾ അവിടെ അത് വൃത്തിയാവും ചെയ്യും. അതുപോലെ തന്നെ ഈ ഇഴജന്തുക്കൾ, പാമ്പുകൾ പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, നമുക്ക് രക്ഷ കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.